ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ആയി ഞാൻ അറിഞ്ഞ്. വെരി സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ആക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് പട്ടായ എന്ന്. നമ്മൾ ഇന്ന് പട്ടായയിൽ നിന്ന് നേരെ ബാങ്കോക്കിലേക്ക് പോകുന്ന ഡേ ആണിന്ന്. അപ്പം ഞാൻ രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് എണീച്ചു. കാരണം നമുക്ക് 8:30 ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പം ഇന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത് സെയിം ടൈമാണ്, 9 മണിക്കാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്തായാലും ഫുഡെല്ലാം കഴിച്ച് എല്ലാം റെഡി ആയിട്ട് ഇരിക്കണം. കാരണം നമ്മൾ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്ന ഡേയും കൂടിയാണല്ലോ. അങ്ങനെ നമ്മൾ താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ലാസ്റ്റ് എന്തൊക്കെയോ എടുത്തു. എന്നിട്ട് അത് മൊത്തത്തിൽ കഴിച്ചു ചോദിച്ചാൽ കഴിച്ചിട്ടുമില്ല. ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് രാവിലത്തെ ഫുഡ് ഭയങ്കര ഒരു ടാസ്ക്കാണ്. എനിക്കങ്ങനെ എല്ലാം കഴിക്കാനൊന്നും പറ്റൂല. കാരണം ഞാൻ മോർണിംഗ് പേഴ്സണേ അല്ല. എനിക്ക് രാവിലെ ഇങ്ങനെ എണീച്ച് എനിക്ക് കുറേ ടൈം എടുക്കും ഒന്ന് സെറ്റായി വരാൻ തന്നെ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ മാത്രം എണീച്ച് കഴിഞ്ഞ് താഴോട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വന്ന് ഞാൻ ഓക്കെ ആയി. തായ്ലൻഡ് എത്തിയ മുതൽ ഞാനുണ്ടല്ലോ എപ്പം ഇങ്ങനെ ചിന്തിക്കും രാവിലെ 6 മണിക്ക് എണീക്കണം, എന്നിട്ട് നമുക്ക് പൂളിൽ പോകണം, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷേ ഇതുവരെ ഈ 2 ദിവസത്തിൽ പട്ടായയിൽ ഞാൻ ഇതുവരെ പൂളിൽ പോയിട്ടില്ല. കാരണം ഞാൻ രാവിലെ എണീക്കില്ല, വൈകുന്നേരം വന്നിട്ട് ലേറ്റ് ആവുമല്ലോ, പിന്നെ നമ്മൾ പൂളിലൊന്നും പോകാനും നിൽക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മളിത്. രാവിലെ എണീക്കണം, നല്ല പാങ്ങിൽ വ്ളോഗെല്ലാം ചെയ്യണം ഞാൻ കുറേ ചിന്തിക്കും. പക്ഷെ എൻ്റെ മടി കാരണം ഞാൻ അതും ചെയ്യാറില്ല. ഇത് തന്നെ ഇപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ ചെയ്തതിങ്ങനെ എടുത്തിടുന്നല്ലാണ്ട് അതിനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതാണ്. ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി താഴെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഇവിടെ 1000 താഴെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ തിരിച്ചു വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഇങ്ങനെ ചെക്ക് ഔട്ട് ആകുമ്പം അവർ നമുക്ക് കൊടുത്ത ആ ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ചു തരും. അത് സ്വാഭാവികം എല്ലാ ഹോട്ടൽസിലും ഉണ്ടാവലുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗൈഡ് കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാറിലേക്ക് കയറി നേരെ പോവുകയാണ്. ബാങ്കോക്കിലോട്ട് പോകുന്ന മുമ്പ് നമ്മൾ ഫസ്റ്റ് ജെയിംസ് ഗാലറിയിൽ കയറും. അതിൽ നമ്മൾ ആ വഴിക്ക് തന്നെയാണ്, അതുകൊണ്ട് അവിടെ കയറാമെന്ന് നമ്മൾ ഗൈഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറിയിട്ടായിരിക്കും നമ്മൾ ബാക്കിയെല്ലാം പോവുക തന്നെ. അപ്പോൾ എല്ലാവരും നമ്മൾ ചോദിക്കുന്നുണ്ടായിന്, നിങ്ങൾ രണ്ടാളും മാത്രമാണ് പോകുന്നത്, അത് തായ്ലൻഡിലോട്ട് പോകുന്നത്, അവിടത്തേക്ക് ബോയ്സ് ആണല്ലോ പോവാറ്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡ് പറയുന്നത് ബോയ്സിന് മാത്രം ഉള്ളതല്ല, നമുക്ക് ഗേൾസിനും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇവിടെ കാണാനും കുറേ ആക്ടിവിറ്റീസ്, അഡ്വെഞ്ചേഴ്സ്, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ, ഇല്ലാത്തതൊന്നുമില്ല. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ്, ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ മാംഗോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, അത് മാത്രമല്ല, അത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ മാത്രമല്ല, ഇത് എല്ലായിടത്തും തായ്ലൻഡിൽ എല്ലായിടത്തും അത് കിട്ടും. അത്രയ്ക്കും ടേസ്റ്റും ആണ്, അത് ഇവിടുത്തെ ഫേമസും ആണ്. അത് മാത്രമല്ല, ഇവിടുത്തെ ഏത് ഫ്രൂട്ട്സ് എടുത്താലും അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഭയങ്കര കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് തന്നെ ഫസ്റ്റ് ഇവിടെ എത്തിയാടെ നമുക്ക് അതെല്ലാം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തായ്ലൻഡ് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല, എന്തായാലും ഇവിടെ ധൈര്യത്തോട് വന്നോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ പട്ടായയെക്കുറിച്ച് പറയാനുള്ളത്. ഇത് കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് പറയാൻ തോന്നി, അതാണ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് തന്നെ. ജെയിംസ് ഗാലറിയിലോട്ട് നമ്മളെ ഹോട്ടലിൽ നിന്ന് കുറച്ച് പോകാനുണ്ടായിരുന്നു. ഒരു 1/2 hour എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളെ ഗൈഡാണെങ്കിൽ ഒന്നും സംസാരിക്കില്ല, നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം റിപ്ലൈ തരും. അല്ലാണ്ട് നമ്മളെ ഗൈഡ് നമ്മളോടൊന്നും സംസാരിക്കാറില്ല. കാരണം അവർക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നമാണോ അതോ എനിക്കൊന്നും അറിയില്ല. മേ ബി അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ചോദിക്കുന്നതിനെല്ലാം നമുക്ക് ഇങ്ങോട്ട് റിപ്ലൈ തരും. ഇങ്ങോട്ടേക്ക് നമ്മളോടൊരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മാക്സിമം എത്രത്തോളം ഞാൻ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നമ്മളെ ഗൈഡിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ആബിനെ കൊണ്ടും ചോദിപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. കാരണം അവരുടെ ലാംഗ്വേജ് കേൾക്കാൻ നല്ല രസമുണ്ടായിന്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ ജെയിംസ് ഗാലറിയിൽ എത്തിയ ശേഷം ഇങ്ങനത്തെ ഒരു ക്രൗഡ് ഉണ്ടാവും നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷെ ഒരുപാട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല, എന്നാലും ക്യൂ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെയിൻ പോലത്തെ ഒരു സാധനം വരും.
അപ്പോൾ അതിൽ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകേണ്ടത്. അങ്ങനെ പോയിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജെംസിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് തന്നെ ഉണ്ടാവും. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവുക. അതായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ എനിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു. എനിക്കിങ്ങനെ കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ റിയലായിട്ട് കാണുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്കുണ്ടായത്. അതുപോലെ തന്നെ ആവിക്കും അങ്ങനെയാണ് നോക്ക് തോന്നിയത്. ഒരു ബോറടി ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ അവിടെ ഒന്നിനും ബോറടി ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എല്ലാം ബോറടിക്കില്ല. പക്ഷെ അതില്ല കേട്ടോ, എന്തേ അറിയില്ല. ഞാനിങ്ങനെ പറയുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന മുമ്പേ പറഞ്ഞതാണ് വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ലാന്ന്. പക്ഷേ ഇത് അവരൊന്നും കാണാണ്ട് മെല്ലെ മെല്ലെ എടുത്ത ഒരു ക്ലിപ്സാണ്. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, റിയലായിട്ട് നമുക്ക് കാണുന്ന പോലെ ഉണ്ടാവുന്ന അതേപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ജെംസ് ഗാലറി കണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും നമ്മളോട് ചോദിക്കുക നിങ്ങൾ ട്വിൻസ് ആണോന്ന്. നല്ലൊരു സ്വീറ്റ് പീപ്പിളായിരുന്നു ഇവിടെ ഉണ്ടായതെല്ലാം. നല്ല രസമുണ്ടായിന്. കുറേ ജെംസ് സ്റ്റോറീസാണ് നമുക്ക് ആ വണ്ടിയിലേക്ക് പോകുമ്പം അവർ ഡിസ്ക്രൈബ് ചെയ്ത് തന്നത് തന്നെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനി ബാങ്കോക്കിലോട്ട് വിടാന്ന് കേട്ടോ. അപ്പോൾ സേ ബൈ ബൈ ടു പട്ടായ. ബൈ ബൈ. അങ്ങനെ നമ്മൾ നോൺഗ്നൂച്ച് വില്ലേജിലോട്ട് എത്തിയ. എനിക്ക് ഇതുവരെ അത് പ്രൊനൗൺസിയേഷൻ എൻ്റെ നേരായിട്ടില്ല. എനിക്കതെങ്ങനെ പറയേണ്ടതെന്ന് കിട്ടുന്നില്ല. ഇടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കുമ്പോൾ തീരെ കിട്ടാറില്ല. അപ്പോൾ കയറുമ്പോൾ തന്നെ കാണുന്നില്ലേ എന്താ നല്ലൊരു കാഴ്ച. മനസ്സിനൊരു കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെ കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഈ പച്ചപ്പും ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ. അപ്പോൾ നമ്മൾ ഇത് കണ്ടാട് നമുക്ക് എന്താ ഇതുവരെ ഇരുന്ന ആ ട്രാവലിൻ്റെ ക്ഷീണമൊക്കെ മാറി. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ ഷോൻ്റെ കാർഡാണല്ലേ. ഇവിടെ നോക്കിയാ ബി ഷോ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരാം അല്ലേ. വാലേക്കും സലാം. നമസ്തേ. ലോട്ട്സ് ഓഫ് ആനകൾ. ക്യൂട്ട് ക്യാൻഡിയാണ്. നല്ല രസം കാണാൻ തന്നെ. സെറ്റ് ചെയ്ത് തന്നെ രസം. ഇവിടെ ഉണ്ടല്ലോ ഓരോ ഷോപ്പ്, അതായത് എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളായിരിക്കും ഇവിടെ ഉള്ളതെല്ലാം. അതൊക്കെ സെറ്റ് ചെയ്ത് കാണാനാണ് ഏറ്റവും രസം. അതാണ് നല്ല ഭംഗി. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഷോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റാണ്. അപ്പം നമ്മൾ ഇവിടത്തേക്ക് തിരക്കൊണ്ടി ഓടെയാണ്. ഓക്കെ, നമുക്കിനി എന്തായാലും ഷോൻ്റെ അവിടെ എത്തിയിട്ടാകുമ്പം കാണിച്ചു തരാം. താങ്ക് യു. ഇതാ നമ്മളെ ബസ്സാണ് കേട്ടോ. ബസ് കയറാൻ വേണ്ടി പോയാൽ വൺ ഡേ മൊത്തം കാണാനില്ല ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. വൺ ഡേ എന്തായാലും വേണം, ഒരു ദിവസം മൊത്തം എടുക്കും അത് കാണാൻ തന്നെ. അത്രയ്ക്കും ഉണ്ട്. ഫോട്ടോ എടുക്കാനാണെങ്കിലും നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട് അവിടെ. അതുമാത്രമല്ല കുറേ ആനിമൽസ്, പ്ലാന്റ്സ്, പിന്നെ ട്രീസൊക്കെ ഉണ്ട്. നമ്മൾ ഇതുവരെ നാട്ടിലൊന്നും കാണാത്ത ഒരു ടൈപ്പ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ചെയ്യുന്നു. ലേറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഷോർട്ട് ടൈം 10:30 ആണ്. അപ്പോൾ ആ സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുത്തിന്. നമ്മൾ ഫുൾ കറങ്ങി വന്നു. സേ വെൽക്കം. വെൽക്കം ത്രാങ്. ഓക്കെ, നൈസ്. വാവ് ഗൈസ്, ലുക്ക്, ബിഗ് ഫിഷ്. വെരി നൈസ്. ഞാനിവിടെ വന്ന ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചെന്നും അറിയില്ല, ഞാൻ എന്ത് വീഡിയോ എടുക്കും ഞാൻ പറയും നൈസ് നൈസ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. കാരണം എനിക്ക് അതേ പറയാനില്ല. അതിൻ്റെ അപ്പുറം എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്കും എന്താ ബ്യൂട്ടിഫുള്ളാണ്, അടിപൊളിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് എലിഫൻറ്റ് ഷോ ഉണ്ട്. പക്ഷെ അത് 10:30 സ്റ്റാർട്ട് ചെയ്തിരുന്നു, നമുക്കത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ നെക്സ്റ്റ് ഷോ 11:30 വരുന്നത്. അപ്പോൾ നമ്മുടെ ടിക്കറ്റിൽ അത് 10:30 അവരെന്താ പറയുക, എന്താ ആക്കലെന്നൊന്നും അറിയില്ല.
അങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഒരുപാട് നടന്നതിന് ശേഷം ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് എലഫൻറ്റ് തിയേറ്റർ. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ. പിന്നെ അവർ നമുക്ക് ടിക്കറ്റ് ഇതെന്താക്കും നമുക്ക് അറിയില്ല. ഈ നടന്നതിൻ്റെ ഒരു ഇതുണ്ടായാൽ മതിയേനു. ഇങ്ങനെ ഫൈനലി അവരെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അവരുടെ ലാംഗ്വേജിൽ അവർ സംസാരിക്കുകയുള്ളൂ കൂടുതലായിട്ട്. അങ്ങനെ അവിടെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കുട്ടി കുട്ടി ഷോപ്പ് കാണാൻ വേണ്ടി പറ്റും. കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. മെയിനായിട്ട് ഈ മാംഗോവും ഇളനീർ തന്നെ. ഇപ്പം ഇങ്ങനെ മുമ്പ് കണ്ടത് തായ് ഷോ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നടന്ന് പോകേണ്ടതാണ് ഈ എലിഫൻറ്റ് തിയേറ്റർ പറഞ്ഞിട്ട്. ഞാൻ ഫസ്റ്റ് ഭയങ്കര ടെൻഷൻ അടിച്ചു. കാരണം നമ്മൾ എലിഫൻറ്റ് ഷോ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടും അവർ മൊത്തത്തിൽ അതാണ് അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. അപ്പം ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ചു അല്ല നമ്മൾ ഇത് മാറിപ്പോയോമോ ഒക്കെ നല്ല ടെൻഷനായിട്ടു. എന്നിട്ട് ഞാൻ അവനോട് ഒരേ പറയൽ തന്നെ, നമ്മൾ അത്രയും മേൽ ആശിച്ച് എലിഫൻറ്റ് ഷോ കാണണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് തിയേറ്റർ മാറിപ്പോയോ, നമ്മൾ ടൈമോ നമുക്ക് ഇനി കിട്ടൂല, അങ്ങനെയെല്ലാം ഇങ്ങനെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ഇനി നിങ്ങൾ നേരെ പോകേണ്ടത് എലിഫൻറ്റ് ഷോ കാണാനാണ്. അപ്പം ഉണ്ടല്ലോ സമാധാനമായി. ഞാൻ കാര്യമായിട്ട് ഈ പ്ലേസ് സെലക്ട് ചെയ്തതന്നെ ഇതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ആനനെ കാണാനും പിന്നെ ആന ഇങ്ങനെ പൊന്തിക്കാനെല്ലാം. അതേതായാലും പോസിബിൾ ആകുന്നത് ഇവിടെ വന്നാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലായി കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് ഈ പ്ലേസ് തിരഞ്ഞെടുത്ത് തന്നെ. എന്നിട്ട് എനിക്ക് ആനൻ്റെ കൂടെ കുറേ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ആന പൊന്തിച്ചും ചെയ്ത്. അപ്പം നല്ല സന്തോഷം. ആന കളിക്കാത്ത ഒരു കളി ആടെ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്തെല്ലോ ആന കളിച്ചിന്. ഫുട്ബോൾ കളിച്ചിന്, പിന്നെ ഇങ്ങനെ ബലൂൺ ഇങ്ങനെ വെച്ചിട്ട് അത് പൊട്ടിക്കുന്ന ഒരു കളി ഉണ്ടായിന്, അത് കളിച്ചിന്. പിന്നെ എന്തൊക്കെയോ ഉണ്ടായിന്. അത്രയ്ക്കും വെൽ ട്രെയിൻഡായ ആനകളാണ് ആടെ ഉണ്ടായത്. എല്ലാ ആനക്കും നല്ല ബുദ്ധിയുണ്ടെന്ന് അവിടെ പോയിട്ട് അവൻ മനസ്സിലായി. ഇപ്പം നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളിലുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും ഈ ഷോ ഒക്കെ. അത്രയ്ക്കും എന്താ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എലിഫൻറ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുഡായിരുന്നു നമുക്കവിടെ. Wow, अभी देखिए cream of tomatoes, sweets. ഇതാണ് നമ്മളെ ലഞ്ച്. ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ഉണ്ട്, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കഴിച്ച ഫുഡിലൊക്കെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ. പുറത്ത് വരുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ട് അതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കളിച്ചു. കാരണം അവിടെ ഇതിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇത് വെച്ചിട്ടുണ്ടാകും. ഇത് എന്താണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല, പക്ഷെ നല്ല രസമുണ്ട് അതിനെ കാണാൻ. അങ്ങനെ ഉണ്ടല്ല, ഇങ്ങനെ വെറുതെ നടക്കുമ്പോണ്ട 2 ആന ഇങ്ങനെ വരുന്നുണ്ട് അതിന്. അപ്പം 7 ആനൊക്കെ ഉണ്ടാലും നമ്മൾ കൈ കാണിച്ച് അതിൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. നമ്മ ഇങ്ങനെ ആ വഴിക്ക് പോകുമ്പോൾ കണ്ടല്ലോ വെച്ചിട്ട് ഇങ്ങനെ ആനനെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുമ്പോൾ ആന അതുപോലെ നമ്മളെ മൈൻഡ് ചെയ്ത് അത് എന്തൊക്കെയോ നമ്മളോട് ഇങ്ങനെ കളിക്കലും ചെയ്യും. കൈയൊക്കെ ഇങ്ങനെ തന്ന് അങ്ങനെയെല്ലാം കളിക്കലും ചെയ്യും.
അപ്പം നമ്മൾ അതുപോലെ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് അവർ പോകുമ്പം ചോദിക്കും ടിപ്പ് എന്ന് പറയും. നമുക്കറിയില്ലല്ലോ ഇത് ടിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ നിർത്തിയിട്ട് നമ്മളോട് ഇതൊക്കെ കളിക്കുന്നതെന്ന്. ലാസ്റ്റ് വേറെ വഴിയില്ലല്ലോ, ഏതായാലും ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് അപ്പം ലാസ്റ്റ് നമ്മൾ എന്താക്കും ടിപ്പ് കൊടുക്കും. അപ്പോൾ ടിപ്പ് പറയുന്നവർക്ക് എത്രയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൊരു 20 ബാത്താണ്, കാരണം നമ്മൾ 10 ബാത്തിൻ്റെ ചേഞ്ച് എപ്പോൾ ഉണ്ടാക്കില്ല. അപ്പോൾ 20 ബാത്താണ് 2 ആനകൾക്ക് നമ്മൾ കൊടുത്തത് തന്നെ. അങ്ങനെ അവിടെയും ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ നേരെ ബാങ്കോക്കിലോട്ട് വിട്ടു. കാരണം ചെക്ക് ഇൻ ചെയ്യേണ്ടത് 4 മണിക്കേനു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ 3:30. ഞാൻ അബിനോട് പറഞ്ഞ എന്തിനാണ് തിരക്കൂട്ടുന്നത്, നമുക്ക് 7 മണിക്കല്ലേ ഇനി ക്രൂസിൽ പോകേണ്ടത്, അപ്പം നമുക്ക് അതിന് മുമ്പ് എത്താമല്ലോ. ആകെ നമുക്കൊരു 1.5 മണിക്കൂർ എന്തോ ട്രാവൽ ഉണ്ടായിട്ടില്ലു. എന്നിട്ടും ആബി തിരക്കൂട്ടിയിട്ടാണ് നമ്മൾ 3:30 അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. പക്ഷേ നമുക്കറിയില്ലേനു നമ്മൾ ക്രൂസിൻ്റെ ടൈം നമ്മൾ റൂമിൽ നിന്ന് 6:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. നമുക്ക് അങ്ങനെ അവിടെ എത്തിയിട്ടാകുമ്പോൾ നമുക്ക് ഫുൾ തിരക്കേനു. എന്താക്കണ്ടേ എന്താ നമുക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിട്ടില്ല. നമുക്കറിയാതെ പോയതെല്ലാം നമ്മൾ നോക്കാതെ എന്താ നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റി നമുക്കൊരു പിടുത്തം കിട്ടുന്നുണ്ടായിട്ടില്ല. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങട്ടേനു. നമുക്കറിയില്ലല്ലോ, നമ്മൾ വിചാരിച്ചൊരു 7 PM ആകുമ്പോഴത്തേക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മതി. 8 മണിക്കായിരിക്കും എൻ്റെ ക്രൂസ് വിടുന്നത് തന്നെ. നമുക്ക് നൈറ്റ് ക്രൂസിൽ ഡിന്നർ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയത് തന്നെ. ഇത് ഇറങ്ങിയിട്ടാകുമ്പോൾ ഇങ്ങനെയെല്ലാമാണ് സംഭവം മനസ്സിലാവുന്നത്. അതുകൂടാണ്ട് അന്നില്ലാത്ത ട്രാഫിക്ക് പറഞ്ഞാൽ 1 മണിക്കൂറിൽ എത്തേണ്ടത് നമ്മൾ 3 മണിക്കൂർ തന്നെ എടുത്തിനു. അങ്ങനെ തന്നെ പറയാം, അത്രയ്ക്ക് ലേറ്റ് ആയിരുന്നു നമ്മൾ. എന്തായാലും ഒന്നും ആക്കാൻ പറ്റൂല എന്ന് മനസ്സിലായപ്പം നമ്മൾ വേഗം റൂമിൽ പോയി നമ്മളെ പെട്ടിയും സാധനമൊക്കെ അവിടെ വെച്ച് നമ്മൾ ഡ്രസ്സ് വരെ ഒന്ന് ഫ്രഷ് വരെ നമ്മൾ ആയിട്ടില്ല, രാവിലെ ഇറങ്ങിയതല്ലേ. എന്നിട്ട് നമ്മൾ വേഗം അങ്ങനെ വെച്ചു. സാധാരണ ഒന്നും ഡ്രസ്സൊന്നും മാറാണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ക്രൂസിലോട്ട് വിട്ടു. ബാങ്കോക്കിൽ നമ്മളെ ഹോട്ടൽ അംബാസഡർ ആയിരുന്നു. നല്ല ആംബിയൻസ് ഉള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. അതിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് ഒരു മസാജ് സെൻറ്റർ ഉണ്ടായിരുന്നു. താങ്ക് യു. ഒരു രക്ഷയില്ല, ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. നമുക്ക് 7 PM എങ്ങനെ എത്തണം, ഇവിടുന്നൊരു ½ an hour ഉണ്ടെന്ന് തോന്നുന്നു അടുത്തേക്ക്. പക്ഷെ ഇങ്ങനെ ട്രാഫിക്കിൻ്റെ എത്തുമെന്ന് പോലും അറിയില്ല. ഇത് ഏടാൻ ഇന്ന് നമുക്ക് തെറ്റിയത് നമുക്കൊരു പിടുത്തവും ഇല്ല. അല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇത്രയെല്ലാം ട്രാഫിക് ഉണ്ടാവും. പക്ഷെ ഒരു രക്ഷയില്ലാത്തൊരു സിറ്റിയാണ് ബാങ്കോക്ക്. ഫൈനലി നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. ആദ്യം ഒരു ഇങ്ങനെ മാളിൽ കയറിയിട്ട് അതിൻ്റെ ഒരു പുറത്താണ് ഈ ക്രൂസ് ഉണ്ടാവൽ തന്നെ. അപ്പം നമ്മൾ മാള് മൊത്തം നടന്നു കണ്ട് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ റേറ്റൊക്കെ ചെറിയ റേറ്റ് തന്നെ, വലിയ കൂടുതൽ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ടെർമിനൽ 21 ഡിന്നർ ഫ്രായ ക്രൂസ് ചെയ്യുന്നു നമ്മളത്. പക്ഷെ ഒരു 20 മിനിറ്റ്സ് കൂടി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. ഇപ്പം ഞാനുള്ളത് ഇതാ ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്താണ്, മേക്കപ്പ് പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ എന്തെല്ലോ ഉണ്ട് കേട്ടോ, ക്യൂട്ട് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. It's very cute with this. നല്ല രസമുണ്ട്. ടെലിഫോൺ എനിക്കിൽ ഇങ്ങനത്തെ ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കാണാൻ തന്നെ നല്ല രസമാണ്.
താങ്ക് യു. അറ്റ് ലാസ്റ്റ് നമ്മൾ ചാഫ്രായ ഡിന്നർ ക്രൂസ് എത്തി. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണിത്, അവിടെ നിന്നൊരു ഡിന്നർ കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതോടൊപ്പം ആബി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് കയറിയാലില്ല നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് എവിടെയാണ് ഉള്ളത് നോക്കാമെന്ന് ആണ്. എന്നിട്ട് നമുക്ക് അവരെ സഹായിച്ചതുകൊണ്ട് നമുക്ക് വേഗം നമ്മളെ സീറ്റ് കണ്ടെത്താൻ പറ്റി. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇത്രയ്ക്കും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം അതായി കാണുന്നത് തന്നെയാണ്, ഇത്രത്തോളം ഫുഡ് ഓപ്ഷൻസ് ഉണ്ടാവും ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അവിടെ ഇല്ലാത്ത ഒരു ഫുഡ് പോലും ഉണ്ടായിട്ടില്ല, എല്ലാം ഉണ്ടായിനി. ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. എനിക്ക് എന്തായാലും എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ ഇത് കയറുന്ന മുമ്പ് ഞാൻ എന്താ പറയുക വിചാരിച്ചിന്, ഉണ്ടാവും ഫുഡൊക്കെ ഉണ്ടാവും, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ത്യൻ ഫുഡ് പോലെ തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിന്, അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി എല്ലാ ഫുഡും നമ്മൾ എടുത്തിന്, കാരണം ഓരോന്നിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ വെച്ചിട്ടാണ് എല്ലാം എടുത്തത്. ഈ ടൈമിലാണ് ശരിക്കും നമുക്ക് അഭിച്ചാനും ന്യൂഷനും മിസ്സായതിട്ട്. അവരും കൂടി ഉണ്ടായിനെങ്കിൽ നല്ല പാങ്ങിൽ ഫുഡ് കഴിക്കട്ടെ എന്ന് തോന്നിപ്പോയി. അങ്ങനെ നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിന്. അപ്പോൾ അവരെ കൂടെ നമ്മളും ജോയിൻ ചെയ്തു, നമ്മളും ഡാൻസൊക്കെ കളിച്ചത് നല്ല രസമുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.